നമസ്കാരം. മൂന്നാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ വലിയ പൊളിച്ചെഴുത്തിനാണ് BJP പദ്ധതിയിടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. BJP നേതൃത്വത്തിലും മന്ത്രിസഭയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദക്ഷിണേന്ത്യയ്ക്കും അതിൽ വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്നുള്ളതാണ്. നടൻ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് തന്നെയാണ് ഏറ്റവും അവസാനത്തെ സൂചന. എന്നാൽ മന്ത്രിസ്ഥാനത്തിനൊപ്പം അഭിനയം തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് അനുവദിക്കില്ല. പെരുമാറ്റത്തിലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ആവശ്യം വരും. അനാവശ്യ സൗഹൃദങ്ങളടക്കം അവസാനിപ്പിക്കുവാനും BJP ദേശീയ നേതൃത്വം ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കും സുരേഷ് ഗോപിയോട്. തൃശ്ശൂർ ഒരു ചവിട്ടുപടിയാക്കി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിലെങ്കിലും വിജയിക്കുവാനാണ് BJP ഇപ്പോൾ പദ്ധതിയിടുന്നത് എന്ന് പറയാം. സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതും ഈ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിൽ പരമാവധി സീറ്റുകൾ നേടിയാൽ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ തകർക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് BJP നേതൃത്വം ഇപ്പോൾ കരുതുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 താരതമ്യപ്പെടുത്തുമ്പോൾ 1% നഷ്ടം മാത്രമാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ UDF വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ എളുപ്പത്തിൽ അട്ടിമറി വിജയം സാധ്യമാകും എന്ന് തന്നെയാണ് BJP നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ എന്ന് പറയപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, ഈ ആറ്റിങ്ങലും ഒപ്പം തന്നെ തിരുവനന്തപുരത്തും വിജയിച്ചില്ല എങ്കിൽ കൂടിയും അവിടെ നടന്നത് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ വീണ്ടും കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്ന V മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ലഭിക്കുമോ എന്നറിയില്ല. K സുരേന്ദ്രനാകട്ടെ കേന്ദ്രമന്ത്രി പദം അല്ലെങ്കിൽ വീണ്ടും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരവസരം കൂടി പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇവരിൽ ആർക്കൊക്കെ മന്ത്രിയാകാൻ കഴിയും? ഇവരാരൊക്കെ മന്ത്രിയാകണമെങ്കിലും രാജ്യസഭയിലേക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് പുറമെ മറ്റാരെ പരിഗണിക്കുമെന്നത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പലരും പ്രതീക്ഷിക്കുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖർ അടക്കം. ആലപ്പുഴയിൽ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ച ശോഭാ സുരേന്ദ്രനും ഇത്തവണ പദവികൾ ആഗ്രഹിക്കുന്നുണ്ട്. പദവികൾ ലഭിക്കുക തന്നെ ചെയ്യും. അതേസമയം രാജീവ് ചന്ദ്രശേഖറിനെ വീണ്ടും BJP മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ മാധ്യമ ശൃംഖലയുടെ ഉടമ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് നരേന്ദ്രമോദിക്കും വലിയ മതിപ്പാണ്, വലിയ താല്പര്യമാണ് രാജീവ് ചന്ദ്രശേഖറിനോട്. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയേക്കാം. BJP ദക്ഷിണേന്ത്യയിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റൊരു നേതാവ് എന്ന് പറയപ്പെടുന്ന തമിഴ്നാട് BJP അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയാണ്. അണ്ണാമലൈ വിജയിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിൽ BJPയുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അണ്ണാമലയ്ക്ക് അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്ന് പറയപ്പെടുന്നത്. കേരളത്തിലെ പോലെ തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയപ്പെടുന്നത്. കർണാടകയിൽ നിന്നും BJP ഇത്തവണ പ്രധാനമായും പരിഗണിക്കുക എന്ന് പറയപ്പെടുന്ന വ്യക്തി തേജസ്വി സൂര്യയായിരിക്കും. തേജസ്വി സൂര്യ എന്ന് പറയപ്പെടുന്ന യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തേജസ്വി സൂര്യ മോദിക്കും RSSനുമൊക്കെ ഒരുപോലെ വേണ്ടപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കാം. BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച തെലങ്കാനയിൽ നിന്നും ഇത്തവണ ഒന്നിൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സൂചനകൾ നൽകുന്നത്. പക്ഷേ എത്രത്തോളം പേർ എത്തുമെന്ന് ഇപ്പോൾ പ്രവചിക്കുവാൻ കഴിയുകയുമില്ല. കേന്ദ്രഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളെ അടർത്തി മാറ്റാനും BJP ചിലപ്പോൾ ഇനി മുതൽ ശ്രമിച്ചേക്കാം. മോദി സർക്കാർ അധികാരമേറ്റാൽ ഉടൻ സംഭവിക്കാൻ പോകുന്നതും അത് തന്നെയായിരിക്കും. കാരണം ഈ പ്രത്യയശാസ്ത്രപരമായ കെട്ടുറപ്പില്ലാത്ത മുന്നണി ആയതിനാൽ തന്നെ എളുപ്പത്തിൽ ഈ ഇന്ത്യ മുന്നണിയെ വേണമെങ്കിൽ പുലർത്താൻ കഴിയുമെന്ന് തന്നെയാണ് BJP നേതൃത്വം ഇപ്പോഴും വിശ്വസിക്കുന്നതും കണക്ക് കൂട്ടുന്നതും. പക്ഷേ ഇതവർക്ക് അടി തെറ്റിപ്പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതോടൊപ്പം തന്നെയാണ് NDAയുടെ ഘടകകക്ഷികളായുള്ള JDUവിനെയും TDPയെയും വിശ്വസിക്കാൻ പറ്റാത്തതിനാൽ തന്നെ ഈ പാർട്ടികളിലെ MPമാരെ പുലർത്തിക്കൊണ്ട് ഒപ്പം നിർത്തുവാൻ വേണ്ടിയിട്ട് BJP ശ്രമിച്ചാലും അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. കാരണം ശിവസേനയെയും NCPയെയും പുലർത്തിയ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിയുമ്പോൾ, ഫലസൂചനകൾ കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ജനതയ്ക്ക് സമ്മാനമായിട്ടാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനം ലഭിക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏറെക്കുറെ ഉറപ്പായതുമാണ്. മൂന്നാം മോദി മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയായിട്ട് തന്നെയായിരിക്കും സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ണിൽ പറന്നിറങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിൽ നിന്നും അദ്ദേഹം എന്തായാലും വരുന്നത് കേന്ദ്രമന്ത്രിയായിട്ട് തന്നെയായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 9-ാം തീയതി നടക്കുന്ന പ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയോടൊപ്പം സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അതുണ്ടാകുമെന്നുള്ള വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. അതിനുശേഷമായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളടക്കം നടക്കുക എന്നുള്ളതാണ്. തൃശ്ശൂരിൽ അട്ടിമറി വിജയമാണ് സുരേഷ് ഗോപി നേടിയെടുത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു താമര വിരിയിക്കുവാൻ സുരേഷ് ഗോപിക്ക് മാത്രം കഴിഞ്ഞത്. തൃശ്ശൂർ മണ്ണിൽ നടത്തിയ ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ്
ഇത് നേടിയെടുത്തത്. തൃശ്ശൂരിലെ ജനത നൽകിയ ഒരു സമ്മാനമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ അദ്ദേഹം കാണുന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ തൻ്റെ രാഷ്ട്രീയ ദൈവമാണ് നരേന്ദ്രമോദി എന്ന പ്രസ്താവനയാണ് സുരേഷ് ഗോപി അന്ന് നടത്തിയതും. അതെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പിന്നിൽ ഉറച്ചു നിൽക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ള തൻ്റെ നിലപാട് സുരേഷ് ഗോപി വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുന്നതോടുകൂടി തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ സ്വന്തമാകുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. സുരേഷ് ഗോപിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ വകുപ്പ് അടക്കമുള്ള വകുപ്പുകളിലായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ചില ഊഹാപോഹങ്ങൾ തന്നെയാണ് അത്തരത്തിലുണ്ടാകുന്നത്. എന്നാൽ കൂടിയും മൂന്നാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ 9-ാം തീയതി അധികാരത്തിലേറുമ്പോൾ, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുമ്പോൾ അന്ന് സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യാൻ കേന്ദ്രമന്ത്രിയായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഈ നിമിഷം വരെ നമുക്കറിയാൻ കഴിയുന്നത്. സഹകരണ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലായിരിക്കും അദ്ദേഹത്തിന് നൽകാൻ കഴിയുക എന്നാണ് അറിയുന്നത്. പക്ഷേ അതിൻ്റെ വകുപ്പ് തല ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് സഹകരണ വകുപ്പ് തന്നെ ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല. പകരം മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് കൂടിയുള്ള സൂചനകൾ വരുന്നുണ്ട്. കാരണം IT മേഖല അടക്കമുള്ള വകുപ്പുകൾ കൂടി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തുവാനുള്ള സാധ്യതയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകും എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ.